അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം നല്ല രീതിയിലാവും. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ PR കിട്ടും, നമുക്ക് നമ്മുടെ ഫാമിലീനെ കൊണ്ടുപോകാം. നമ്മൾ ചെന്നിട്ടൊക്കെ കഴിഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങളെക്കാളും കൂടുതൽ സാലറി ഉണ്ട്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണല്ലോ അവിടെ. എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ അൽബേനിയയിലേക്ക് ഗോൾഡ് സ്മിത്തിൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. എനിക്കത് 3 മാസം കൊണ്ട് എനിക്ക് എൻ്റെ വിസ അപ്രൂവലായിരിക്കുകയാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷമാണ്. യൂറോപ്പിലേക്ക് പോകാനുള്ള ആഗ്രഹം എങ്ങനെയാണ് രാജുവിൻ്റെ മനസ്സിൽ വന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം നല്ല രീതിയിലാവും. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ PR കിട്ടും, നമുക്ക് നമ്മുടെ ഫാമിലീനെ കൊണ്ടുപോകാം. പിന്നെ ഗൾഫ് രാജ്യങ്ങളെക്കാളും കൂടുതൽ സാലറി ഉണ്ട്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവാണല്ലോ അവിടെ. അപ്പം രാജീവിൻ്റെ പ്രോസസ്സിൻ്റെ തുടക്കം തൊട്ട് എന്താണ് രാജീവിൻ്റെ അഭിപ്രായം? എങ്ങനെയാണ് പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്? എനിക്ക് ആദ്യം രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എംപ്ലോയറുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്തു എന്നുള്ള വിവരമെല്ലാം പറഞ്ഞ് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് പെർമിറ്റ് എല്ലാം വന്നിരുന്നു. അപ്പോൾ അത് 3 മാസം ആകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വിസ എനിക്ക് കയ്യിൽ കിട്ടി. എല്ലാം വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങി. അപ്പം ഇനി ആംസ്റ്റർഡാമിലേക്ക് വരാനുള്ള ക്ലയൻസും അതുപോലെ ഇപ്പം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലയൻസിനും രാജീവിന് എന്താണ് പറയാനുള്ളത്? ടീം ആംസ്റ്ററിൻ്റെ വർക്ക് എല്ലാം നല്ല ക്ലിയറായിട്ട് നീങ്ങിയതുകൊണ്ടാണ് 6 മാസം മിനിമം എടുക്കുന്ന യൂറോപ്പിലേക്കുള്ള വിസ അപ്രൂവ് എനിക്കൊരു 3 മാസം കൊണ്ട് കിട്ടിയത്. അത് അവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള വർക്ക് അത്രയും നല്ല ഇതായതുകൊണ്ടാണ് എനിക്കങ്ങനെ കിട്ടാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഇനിയും കൊടുത്തവർക്കും വരാനുള്ളവർക്കും എൻ്റേതുപോലെ തന്നെ 3 മാസത്തിൻ്റെ ഉള്ളിൽ റെഡി ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഇത്രയും കുറേ നാളായുള്ള ആഗ്രഹമായിരുന്നു, അത് സഫലമായതിൽ ഒത്തിരി സന്തോഷം. അതിന് ആംസ്റ്റർ ടീമിനും വളരെയധികം നന്ദി.